ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. വലിയ വീഡിയോ ഒന്നും അല്ല കേട്ടോ, ചെറിയൊരു വീഡിയോയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുമല്ലേ? നമുക്ക് ഇങ്ങോട്ട് മഴയൊന്നുമില്ല. അട്ടപ്പാടിക്ക് മഴ കുറവാണ് കേട്ടോ. നമ്മളിങ്ങനെ രണ്ടുപേരും കൂടി ഇരിക്കുകയാണ്. അതൊട്ട് രാവിലെ എണീറ്റ് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. ആൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഒരു കുഴപ്പമില്ല. ഞാൻ എന്ത് ചെയ്തു, രാവിലെ ദോശയും തക്കാളി ചട്നി, നമ്മളെ ഇവിടെ തക്കാളിയൊക്കെ വാട്ടി അട്ടപ്പാടിയിലേക്കൊക്കെ തമിഴ്നാട് ഏരിയയിലേക്കാണ് തോന്നുന്നു കേട്ടോ അത് കൂടുതലായിട്ടുള്ളത്. തക്കാളി ചട്നിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത്, ദോശയൊക്കെ കൊടുത്ത്, ചൂടുവെള്ളമൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് ഇവിടെ കൊണ്ടുപോയി കിടത്തിയതാണ്. കിടത്തി കഴിഞ്ഞപ്പോൾ ആളത് കുറച്ച് നേരം കുഴപ്പമില്ലായിരുന്നു. ഞാനും കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേ ആദൂട്ടി കരയാൻ തുടങ്ങി കേട്ടോ. ആദൂട്ടി ഒന്ന് കരയാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് പിന്നെ 2 ദോശ എങ്ങനെയൊക്കെയോ ചുട്ട് കുറച്ച് വെള്ളവും കൂട്ടി പെട്ടെന്ന് കുടിച്ചിട്ട് ഞാൻ പിന്നെ കുഞ്ഞുവാവേനെ എടുത്ത് വെച്ചിരിക്കുവാണ്. ആൾക്ക് എന്തോ ഒരു വേദനയുണ്ട്. എന്ത് വേദനയാണെന്ന് ആദൂട്ടിക്ക് പറയാനും പറ്റുന്നില്ല, എനിക്കത് മനസ്സിലാക്കാനും പറ്റുന്നില്ല. എനിക്ക് പിന്നെ തോന്നി വയറുവേദനയായിരിക്കും, ഗ്യാസിൻ്റെ പ്രശ്നമാണല്ലോ ഉള്ളത്, അപ്പം അതുകൊണ്ട് വയറുവേദന ആയിരിക്കും എന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്നൊരു ഗ്യാസിൻ്റെ മരുന്നൊക്കെ എടുത്തു കൊടുത്ത് പാരസെറ്റാമോളൊക്കെ എടുത്തു കൊടുത്ത് ഇങ്ങനെ ഇരിക്കുവാണേ. ഞങ്ങളെപ്പോലെയുള്ള അമ്മമാർ കേട്ടോ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതായിരിക്കും കേട്ടോ. ഇവരുടെ വേദന പോലും എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റിയല്ല. അപ്പം അതായിരിക്കും ഞങ്ങളെപ്പോലെയുള്ള അമ്മമാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. ഇതിപ്പോൾ ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ഒരുപാട് പ്രാവശ്യമായിട്ടും ഇങ്ങനെ തന്നെയാണ്. ആദൂട്ടിക്ക് എന്തെങ്കിലും വേദന വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റണില്ല. പിന്നെ കണ്ടുപിടിച്ച് വരുമ്പം കുറച്ച് സമയം പിടിക്കും കേട്ടോ. ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയറുവേദന തന്നെ ആയിരുന്നെന്നാണ് എനിക്കിന്ന് തോന്നുന്നത്. ഇപ്പോൾ ഒരു ചെറിയൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് ഗ്യാസിൻ്റെ മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം. നല്ല വേദന എടുത്തതിൻ്റെയാണ് കുഞ്ഞുവാവ ഇങ്ങനെ വീണ് കിടക്കുന്നത് കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു, ഫിറ്റ്സിൻ്റെ ആയിരിക്കുമോ എന്നൊക്കെ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ പിന്നെ ടെസ്റ്റ് ചെയ്തപ്പം അതുകൊണ്ടേക്ക് ഫിറ്റ്സ് ഒന്നുമില്ല, ഫിറ്റ്സൊക്കെ നോർമലാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അതൊരു സമാധാനം, ഫിറ്റ്സിൻ്റെ അല്ലല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ എന്തായാലും വയറുവേദന തന്നെയായിരിക്കും. മരുന്നൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുവാണ്. ഞങ്ങൾ ചിരിക്കുന്നതും കളിക്കുന്നതും വർത്തമാനം പറയുന്നത് അത് മാത്രമല്ല എല്ലാവരും കാണുന്നുള്ളൂ. പക്ഷേ ഞങ്ങളെപ്പോലെയുള്ളവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു 10 സെക്കൻഡ് വീഡിയോ ഇടുന്നു, അന്നേരം നമ്മൾ നല്ല ഹാപ്പിയിലുള്ളത്. പരമാവധി ഞാൻ ആദൂട്ടീനെ കരയിപ്പിച്ചിട്ട് ഇന്ന് വരെ ആദൂട്ടി കരയുന്ന ഒരു വീഡിയോ ഞാനൊരു വോയിസ് കൊടുത്തിട്ട് പോലും ഇന്ന് വരെ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ആദൂട്ടി സന്തോഷമായിട്ട് എല്ലാവരുടെയും മുമ്പിൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് വരെ ആദൂട്ടി കരയുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. ആദൂട്ടിക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ആദൂട്ടി ഈ കൈ ഇങ്ങനെ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ബലം പിടിക്കും കേട്ടോ. അന്നേരം നമുക്ക് മനസ്സിലാകും ആദൂട്ടിക്ക് എന്തോ ഒരു വേദനയുണ്ടെന്ന്. അത് ഈ പറഞ്ഞ പോലെ അതും ഫിറ്റ്സിൻ്റെ ആണെന്ന് വിചാരിച്ചാണ് ഞാനിരുന്നത്. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞല്ല, കുഞ്ഞിന് എന്തോ വേദന വരുന്നതിൻ്റെയാണ്, EGG ഒക്കെ നോർമലല്ലേ, ഫിറ്റ്സ് ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ വേദന വരുന്നതിൻ്റെ തന്നെയാണ്. ഇന്നിപ്പം കുഴപ്പമില്ല, മരുന്നൊക്കെ കൊടുത്തപ്പോൾ ഇപ്പോൾ ഒരു ഇച്ചിരി ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ആദൂട്ടിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, ആദൂട്ടിനെ പോലെയുള്ള എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത് ദൈവമേ പെട്ടെന്ന് ഇവരൊന്ന് വർത്താനം പറയണേന്നാണ് എല്ലാ മക്കളും കേട്ടോ. എൻ്റെ അറിവിലിപ്പം എനിക്ക് പരിചയമുള്ള കുറേ പേരുണ്ട്. നമ്മുടെ കണ്ണമ്മോനും സുടുക്കുട്ടനും പിന്നെ നമ്മുടെ കുഞ്ഞുണ്ണിയും അങ്ങനെ പാപ്പിക്കുട്ടിയും അങ്ങനെ ഒരുപാട് മക്കൾ കേട്ടോ. ഒത്തിരി കിച്ചൂസ് വയനാട് കിച്ചൂസും എല്ലാവരും എല്ലാ മക്കളും നന്നായിട്ട് വർത്താനം പറയുന്നൊരു പ്രാർത്ഥന മാത്രം കേട്ടോ. ഇങ്ങനെ വയ്യാതിരിക്കുന്ന ഞങ്ങളുടെ അപ്പൂസും ഒത്തിരി പേര് കേട്ടോ. എല്ലാവരും പെട്ടെന്ന് വർത്താനം പറഞ്ഞ് നല്ല രീതിയിൽ നമ്മൾ വർത്താനം പറയുകയാണെങ്കിൽ തന്നെ ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ. നമുക്ക് ഇവരുടെ വേദന എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. എല്ലാ മക്കളും നന്നായിട്ട് വർത്താനം പറഞ്ഞു പറ്റും. നമ്മുടെ കിങ്ങിണിക്കുട്ടി ഒത്തിരി മക്കളുണ്ട് കേട്ടോ, ഒരുപാട് മക്കളുണ്ട്. ആരുടെയും പേര് പറയുന്നില്ല, ഒരുപാട് മക്കളുണ്ട്. എല്ലാ മക്കളും പെട്ടെന്ന് വർത്താനം പറയട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രം കേട്ടോ. എല്ലാവരുടെയും വിഷമം ഇത് തന്നെ ആയിരിക്കും, മക്കളുടെ വേദന പോലും തിരിച്ചറിയാൻ പറ്റാത്തത്. എന്തൊരു കഷ്ടമാണല്ലേ. എന്നിട്ട് നമ്മൾ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് ഒരു 1000 നെഗറ്റീവ് ഉണ്ടാവേ. അങ്ങനെയുള്ളവർ അറിയുന്നില്ലല്ലോ ഞങ്ങളെപ്പോലെയുള്ള അമ്മമാരുടെ അവസ്ഥയൊക്കെ ഇതാന്ന്. എല്ലാം ശരിയാകും, ശരിയാകാതെ എവിടെ പോവാനാ. വല്ലാത്തൊരു ദിവസം കേട്ടോ, വല്ലാത്തൊരു വിഷമം പിടിച്ചൊരു ദിവസമായിപ്പോയി ഇന്ന്. ശരിയാകും, കുറച്ച് കഴിയുമ്പോൾ ആദൂട്ടി നോക്കും. ആദൂട്ടി ഞാനിപ്പോൾ ഈ ടെൻഷൻ അടിച്ചിരിക്കണ്ടോ,
മരുന്ന് കൊടുത്തു. ആദൂട്ടി ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ടെൻഷൻ അടിച്ചിരിക്കുന്നേ ഉള്ളൂ. ആദൂട്ടി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ആദൂട്ടി അങ്ങ് ഓക്കെ ആയി പഴയതിൽ നന്നായിട്ട് അങ്ങ് ചിരിക്കും. എന്നാലും എനിക്ക് പിന്നെ എനിക്ക് രാത്രി മൊത്തം അതാണ് ചിന്ത. ദൈവമേ എൻ്റെ കുഞ്ഞിൻ്റെ വേദന എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ചിന്തയാണ് കേട്ടോ. മോൻ ഓക്കെ ആയോടി? കുഞ്ഞ് ഓക്കെ ആയിട്ടോ? ഗ്യാസിൻ്റെ ഗുളിക ഉണ്ടായിരുന്നു, അത് ഞാൻ പൊട്ടിച്ചു കൊടുത്തു. ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ തന്നത്, അത് ഞാൻ കൊടുത്തു. ഇനിയിപ്പോൾ ചോറ് വെക്കണം. ചോറ് വെച്ചാലേ എനിക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. ദോശ ഞാൻ തിന്നപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ എൻ്റെ തൊണ്ടേ കുടുങ്ങി, ഞാൻ ചത്തുപോയിന്ന് തന്നെ. ദോശ വാരി വലിച്ച് തിന്നിട്ട് ഇവൻ കരയുന്ന കണ്ടോണ്ടേ എനിക്ക് വിശന്നിട്ടും വയ്യ. ഫുഡ് കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ സമയം കണ്ടുകൊണ്ട് വിറ വരും കേട്ടോ. 11 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു വിറ വരും. അതുകൊണ്ട് ഞാൻ വാരി വലിച്ച് കഴിക്കുക ചെയ്തത്. എല്ലാ മക്കൾക്കും കേട്ടോ, എല്ലാ മക്കളും വർത്താനം പറയാൻ പറ്റട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. ആദൂട്ടി മാത്രമല്ല, എല്ലാവരും ഇതുപോലെയുള്ള എല്ലാ മക്കളും ആദ്യം വർത്താനം പറഞ്ഞിട്ട് പിന്നെ മെല്ലെ 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 എല്ലാം റെഡിയായി വരട്ടെ. ഞങ്ങളുടെ ഫിസിയോതെറാപ്പി സെൻ്ററിലുള്ളതാണേലും എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. അല്ലേ ആദൂട്ടി? ആദൂട്ടി 15 മിനിറ്റ് ഒരു 20 മിനിറ്റ് വേദന എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങൾ കസേര ഇരുന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ അടുക്കളയിലൊക്കെ പോകും. അയ്യോ കൊണ്ടു കസേര പോണോ? ഞങ്ങൾ ഓക്കെ ആയി. പക്ഷെ അമ്മയുടെ വിഷമം പോയിട്ടില്ല, അമ്മയുടെ ടെൻഷനും പോയിട്ടില്ല. അമ്മയുടെ ടെൻഷനൊന്നും പോയിട്ടില്ലടി. മരുന്നുകളെല്ലാം കൊടുത്തു കേട്ടോ, എല്ലാ മരുന്നുകളും കൊടുത്തു. കുളിപ്പിക്കുന്നില്ലെന്ന് വിചാരിച്ചിരുന്നു. അന്നേരം ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ദേ നല്ല വെയിൽ. പിന്നെ നാളെ മഴയാണെങ്കിൽ തല നനയ്ക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഇന്ന് ഞാൻ തലയൊക്കെ അങ്ങ് നനച്ച് തേച്ചരച്ചങ്ങ് കുളിപ്പിച്ച്. നിലത്ത് വീഴൂടി, നിലത്ത് വീഴും മോനെ. അങ്ങനെ എല്ലാവരും ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ഒന്നും അല്ല കേട്ടോ. എൻ്റെ ഒരു മാനസികാവസ്ഥ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇതും പറഞ്ഞുകൊണ്ട് ആരും വീഡിയോ എടുത്ത് വരണ്ട. അതാണ് പറഞ്ഞത്. എല്ലാവരും ലൈക്ക് അടിക്കണം കേട്ടോ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ തരണം. നമ്മുടെ ലോങ് വീഡിയോ കയറിപ്പോയെങ്കിൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ കേട്ടോ. നമ്മുടെ യൂട്യൂബ് വരുമാനം എത്രയാ കിട്ടുന്ന ലക്ഷ്യങ്ങളാണോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഇന്ന് അത് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷെ ഇന്നിപ്പോൾ കുഞ്ഞുമാവ വഴക്കായതുകൊണ്ട് അത് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ എനിക്കില്ലായിരുന്നു. നാളെ അത് ചെയ്യാം കേട്ടോ. ഇപ്പം ഞങ്ങൾക്ക് കസേര കയറിയിരിക്കേണ്ട വരും. ഞങ്ങൾക്കിപ്പോൾ കസേര കയറി ഇനിയിപ്പോൾ ഇരിക്കണം. നോക്കിപ്പോൾ ഇത്രയും നേരം എന്നെ ടെൻഷൻ എടുപ്പിച്ചിട്ടുണ്ടോ? അവൻ ഞാൻ ആ വീഡിയോ എടുത്തൊരു കുറച്ച് നേരമായിട്ടുള്ളൂ. ആ സമയം കൊണ്ട് അവൻ ഓക്കെ ആയിട്ടോ. ഷോ എൻ്റെ ചങ്ക് കലങ്ങിപ്പോയല്ലോടാ, എൻ്റെ ചങ്ക് കലങ്ങിപ്പോയല്ലോ. നമ്മൾ ഇപ്പോൾ ആദൂട്ടി ചിരിക്കുന്നതും കളിക്കുന്നുണ്ടല്ലേ, അന്നേരമൊക്കെ നമ്മൾ ടെൻഷൻ അടിച്ചത് അതൊരു വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെയാണ് കേട്ടോ. പറയാൻ പറ്റൂല. നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ രാത്രിയൊക്കെ ആണെങ്കിലൊക്കെ ഞാൻ ചിലപ്പോൾ അടി പതറി പോവുകയെന്നൊക്കെ പറയല്ലേ, അതുപോലെ പതറി പോവാറുണ്ട് കേട്ടോ. കരഞ്ഞു കഴിയുമ്പോൾ കരച്ചിലേ ഒരു പ്രത്യേക കരച്ചിലാണ്. ആദൂട്ടിക്ക് വേദന വന്നാൽ പിന്നെ ആദൂട്ടി അന്നൊരു 10-35 ദിവസം ഹോസ്പിറ്റലിൽ വേദന എടുത്തിട്ട് കിടന്നതും കൊണ്ടും എനിക്ക് പേടിയാണ് കേട്ടോ. എന്തെങ്കിലും വേദന വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പേടിയാണ്. ഓക്കാനാൻ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഗ്യാസിൻ്റെ തന്നെയാണ്. ഗ്യാസ് പോകാൻ എന്ത് ചെയ്യുന്നത്? ഒരു ഭക്ഷണവും കൊടുക്കുന്നില്ല കേട്ടോ. കടലിന്ന് കടല, പയറ്, പരിപ്പ് ഒരു സാധനവും കൊടുക്കുന്നില്ല. ഫുള്ള് പച്ചക്കറിയാണ് ഇപ്പോൾ. ഇടയ്ക്കൊരു മീൻ മേടിച്ച് കൊടുത്താലേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ മീൻ മേടിച്ച് വറുത്തും കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ കറി വെച്ചേ കൊടുക്കുന്നുള്ളൂ. വറുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗ്യാസ് കയറുമെന്ന് എനിക്ക് തോന്നുന്നു. കറി വെച്ചേ എനിക്ക് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ വീഡിയോ എടുക്കുക. അത് വീഡിയോ എടുക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. എന്താണ് അമ്മേനെ എപ്പോഴും ഇങ്ങനെ നോക്കുന്ന അതിലൂടെ ഇപ്പോൾ ഒരു ചേച്ചി ചോദിച്ചാണ്. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ എല്ലാ മക്കളും ലോകത്തുള്ള എല്ലാ മക്കളും ഇതുപോലെയുള്ള മക്കളെല്ലാം പെട്ടെന്ന് വർത്താനം പറയാനും അസുഖം മാറാനും എല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മൾ നോർമൽ സാധാ ഒരു മക്കളാണെങ്കിൽ പറയും അമ്മ എനിക്ക് വേദനയാണെന്ന് പറയും. ഇതൊരു വല്ലാത്ത മാനസികാവസ്ഥ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ മുമ്പോട്ട് പോകുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആദൂട്ടി അമ്മയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം.
ടാറ്റ ബൈ ബൈ. എല്ലാവരും സേഫായിട്ടിരിക്കാനൊക്കെ മറക്കരുതേ. ബൈ.